ഇന്നലെ കുട്ടിയുടെ ഒരു സ്വകാര്യം പറയട്ടെ പറയട്ടെ ഇനി വാ എന്തുവാ ഇത് എന്റെ ആശാനെ വല്ല സായിപ്പന്മാരും കണ്ട പടം എടുത്തോണ്ട് പോവും. നിങ്ങൾ അറിയത്തില്ല. ആ പോട്ട് വണ്ടി. അല്ലെങ്കിലേ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരോ പറഞ്ഞു. ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാലൊന്ന് അന്വേഷിക്കണ്ട അങ്കിളെ. കാര്യമായ തുക കിട്ടുന്ന പണി വല്ലതും തന്നില്ലെങ്കിൽ ചുറ്റിപ്പോവും. അന്വേഷിച്ചില്ലെങ്കിലും ഞാൻ നാളെ കാന്തി ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നാളെ വർക്കല വരെ ഒന്ന് പോവാം. പിന്നെന്താ? അഡ്രസ് തരാം. അവിടെ ഒരു ലതാ നിവാസിൽ സദാനന്ദം മുതലാളി അങ്ങേരുടെ മരുമോനൊരു വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്. കാശ് കൊടുത്ത് അതിങ്ങ് എടുത്തോണ്ട് വരണം. വെളുപ്പിനെ വിട്ടേക്കട്ടെ? ആ വിട്ടോ. നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. 11:49 എടുത്തോ. വേണ്ട, ആ മുച്ചുണ്ടൻ ഡ്രൈവ് ചെയ്യുന്ന വണ്ടി ഞാൻ കയറത്തില്ല. ശരി, എങ്കിൽ ഈ മുച്ചുണ്ടന്റെ കയ്യിൽ നിന്ന് നീ കാറിന്റെ കീ വാങ്ങിച്ചോണ്ട് പോയിക്കോ. കഴിഞ്ഞില്ലേ? താങ്ക് യു. സാധനം വണ്ടി കയറ്റുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് കമ്മീഷൻ വാങ്ങിച്ചോണം. എന്ത് വാങ്ങിക്കണം? 1000 വാങ്ങിച്ചോ. അയ്യോ, രാത്രിയിൽ എങ്കിലൂടെ കാണത്തില്ല. കാണും. ഞാൻ വന്ന് അഡ്രസ് വാങ്ങിച്ചോളാം. ആരുടെ അഡ്രസ്? ലതാ നിവാസിൽ സദാനന്ദം മുതലാളിയുടെ. എന്താ കോളെന്നറിയാവോ? രാവിലെ 11 മണിക്ക് മിസ്റ്റർ കാന്തി തിരിച്ചു കോവളത്തിൽ ലാൻഡ് ചെയ്യുന്നു. ആൻ എമൗണ്ട് ഓഫ് ₹1000 എന്തിനാ പോണത്? അതൊന്നും പറയത്തില്ല. അതൊക്കെ ട്രേഡ് സീക്രട്ടാ. ഓ, സീക്രട്ട്. ഇവിടെ ആർക്കും അറിയാത്ത പോലെ. ഇങ്ങേരുടെ ആയതുകൊണ്ട് ബ്രൗൺ ഷുഗറും കഞ്ചാവും ഒന്നും അല്ലെന്ന് വിചാരിക്കാം. ഏയ്, പുള്ളിക്ക് അതിന്റെ ഒന്നും ഇടപാടില്ല. പുള്ളിയുടെ ബിസിനസ് എല്ലാം ഫോറിൻ കറൻസി, ഫോറിൻ ഗുഡ്സ്. എന്ത് കാശാ ഉണ്ടാക്കിയിരിക്കുന്ന അറിയാവോ? ടൂറിസ്റ്റ് ടാക്സി 3 കോവളത്ത് ഓടുന്നത്. ആ പള്ളിയുടെ അപ്പുറത്ത് ഹോട്ടൽ പണിയുന്നത് ഇങ്ങേർക്കാണോ? ആണോ? ആരോ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കാശ് കൂട്ടി വെക്കുന്നേ? ഭാര്യയും പിള്ളേരും പോലും ഇല്ല കൊടുക്കാൻ. ഈ അണ്ണൻ്റെത് ഒരു വല്ലാത്ത കഥയാ. ആദ്യം കോവളത്ത് വന്ന് വെട്ട ബാച്ചിലുള്ളതാ. ഒരു 70-75 ഹിപ്പികളുടെ കാലത്ത് വന്നാന്നാ പറയുന്നത്. ഏതായാലും കയ്യും വീശി വന്നവനാ. എവിടുന്ന്? തങ്കശ്ശേരിയാന്നും പറയുന്നുണ്ട്, ഫോർട്ട് കൊച്ചിയാന്നും പറയുന്നുണ്ട്, കണ്ണൂരിന്നാന്നും പറയുന്നവരുണ്ട്. ചോദിച്ചാ അങ്ങനെ ഇതെല്ലാം ആണെന്ന് പറയും. ഇവിടെ എന്തിന് രണ്ടും കൂടെ? ഞാൻ നിന്നെ നോക്കി നടക്കായിരുന്നു. ഞാൻ പോണം. എന്തേ നീ പോണ? കോട്ടയം പോയി. ആണുങ്ങൾ തമ്മിൽ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കണത് പെണ്ണുങ്ങൾക്ക് എന്ത് കാര്യം? എന്തൊരു കുല്ലാച്ചി ഗൗരവമുള്ള കാര്യങ്ങള്. നിങ്ങൾക്ക് വേറെ ഒരു നേരം കണ്ടില്ലേ വന്ന് ഇടിച്ചു കയറാൻ? അണ്ണാ കോപിക്കല്ലണ്ണ, ഇതൊരു കുടുംബം പിഴയ്ക്കേണ്ട കാര്യമാ. പറയും. കോപിക്കൂലല്ലോ? ഇല്ല, പറയും. ആ പൊടിയേല് ഒരു കവറ് എനിക്കും കൂടെ കൊടുണ്ണ. കാശ് നാളെ കഴിഞ്ഞു തരാം. ഓ, താനും തുടങ്ങുന്നു? എടോ, തല പോണ കളിയാ. തനിക്ക് കെട്ടിയോളും പിള്ളേരും ഒക്കെ ഉള്ളതാ. എല്ലാം അറിയാം. ജീവിക്കണമല്ലോ. വെള്ളത്തൊലിയുള്ള ഏതിനെ കണ്ടാലും പൗഡർ ഉണ്ടോന്ന ചോദ്യമേ ഉള്ളൂ എന്ന് വന്നാല് ഒരു കവർ തന്നു നോക്ക്. എന്റെ നോക്കാൻ അടുപ്പി തീ പുകയാൻ വേണ്ടിട്ടാ. സൂക്ഷിച്ചും കരുതിയൊക്കെ വേണം അതിന്റെ ബിസിനസ്. മറ്റേതുപോലെ അല്ല, അറിയാമല്ലോ. അറിയാം. കിടന്ന് വിളിക്കാണ്ടിരിക്കെ. നിങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും ഇതിനെന്ന് പിടിക്കണുണ്ടോ? കുടിക്കണ്ടെങ്കിൽ കുടിക്കണ്ട, അവിടെ കിടന്ന് മോങ്ങ. നിങ്ങൾ ഇതെന്തോന്ന്? കുറെ കാപ്പിപ്പൊടിയും ഭസ്മവും മഞ്ഞപ്പൊടിയും കൊണ്ട് കാലത്തെ മുതൽ ഇരിക്കാൻ തുടങ്ങിയതാ. ഇതെന്തോന്നിന്റെ അസുഖം? അരിയസിന്റെ. നിനക്കൊന്നും മനസ്സിലാവില്ലടി കഴുതേ. ലക്ഷം വന്ന് മറിയുമ്പോഴായിരിക്കും നിന്റെ കണ്ണ് തള്ളി പുറത്തു വരണത്. Powder. No, go away. I'm not interested. Smack. No, please. Powder. You got powder? Yeah, powder. Heroin, brown sugar, white snuff. See. The price? 250 rupees. No, 80 rupees. Sir, I have 2 children. See, we will give 80 rupees. No, please. Last price, 100 rupees. 100 rupees. Then okay, give it. Thank you.
Fantastic. It's good evening. Things are happening, aren't they? In waves, feeding. വേറെ വല്ലതും വേണോ? ഒരു മുട്ടയും കൂടെ എടുത്തോ. Give back the money. What money? Give back our rupee, 100 rupee. You gave money, I gave powder. What powder? Original powder. This column, no tricks here. No money. Go. Go, go. Excuse me, you just wait, I'll come. Okay. Okay. Give back the money. What's the matter? What's the matter? Eh? This guy's a fraud. He sells chalk powder. എന്താണ് രാവിലെ കടകളിൽ കിടന്ന് ചീള് കേസുകള്? ഞാൻ ഇന്നലെ അവന്മാർക്ക് ഒരു കവർ കൊടുത്തങ്ങളെ, അത് മുഴുക്കെ വലിച്ചു കയറ്റി വെച്ച് ഇന്നിപ്പോ അവന്മാർ എന്റെ പുറത്ത് തരാൻ തുടങ്ങുക. Hey, you leave him. Get lost, you idiot! You have no business. I have some business. It's my restaurant. You leave him first. Leave him. Mind your business. God, bastard! Within 24 hours, you will have to leave this place, or you will be killed. എന്തിനാ 24 മണിക്കൂർ? ഓടാൻ സ്ഥലം I'll give 24 hours to leave this place. Okay? This is Kovalam. No tricks here. Go. കടലിൽ താക്കണ്ടേ? സായിപ്പേ, ചെറിയനെ. ഇറങ്ങി വേളാ ചുണയുണ്ടല്ലേ. ഇവിടെ വന്ന് അവളായോണ്ട് അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. എങ്ങോട്ട് പോണത്? സൂയിക്കാൻ തന്നെയല്ലേ വന്നത്. അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി. ദിസ് ഈസ് കോവളം. അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ. ഓടാ. യുവർ ബോൺസ് വി ബ്രേക്ക്. Come on. ഡർട്ടി ഫെലോ. വാടാ, അടിക്കണേ അടിക്കാം. മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരികയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ടെടുത്തെന്ന് താമസിപ്പിക്കാൻ വരണ. എങ്കിൽ കണ്ണാടി വഴി നിങ്ങളെയും തട്ടും. ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞല്ലേ.
നിന്നെ പോലെ തെക്ക് വടക്കിടന്ന് കടപ്പുറം എനിക്കല്ലാരടാ. നിന്റെ പ്രായത്തിൽ ഞാൻ ആവലുള്ളപ്പോ കടലിൽ പോയി ദിവസവും 40 50 രൂപ ഉണ്ടാക്കിയവരാ ഞാൻ. അന്നത്തെ 50 വെച്ചാ ഇന്നത്തെ എത്രയാടാ? കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണ. എന്തോന്നിത് പാതി രാത്രിയിൽ തന്തയും മോനും കൂടെ കുടിച്ചോണ്ട് വന്ന് കിടന്ന് ഗുണം പിടിക്കലടാ നീ. വേണ്ട ദേ ഇല്ലാവചനം പറയല്ലേ. നോക്ക് പണമുണ്ടോ? പോ. നീ ഒരു നല്ല വെള്ള ദേ വെച്ച് വീക്കി തരും ഞാൻ. മണക്കുന്നില്ലേലേ നീ കുടിക്കാത്തോണ്ടാ. കുടിച്ചിട്ടില്ലേ നീ പൊടി കയറ്റി കാണും, ഇല്ല ഗുളി അടിച്ചു കാണും. ബോധവും പൊക്കണോ ഇല്ലാതെ നിന്നോണ്ട് ലേശം കള്ളു മോന്തേനെ എന്നെ ശാസന മേടിക്കും. അവനെ മാത്രമായിട്ട് പറയണ എന്തിന്? ഉം. കഞ്ചാവും പൊടിയും കണ്ണി കണ്ടതും കച്ചവടവും ചെയ്ത് ചുമ്മാ കറങ്ങി നടക്കാനല്ലാതെ എന്തിനു കൊള്ളാമടാ നിന്നെയൊക്കെ. ഭൂമിയിലുള്ള സർവ്വ ഭാഷയും പറയും, സകല കൊള്ളരുതഴിയും കാണിക്കും. ആ അരേന്റെ വടക്കേലെ വിൽസനെ പോലെയോ ചെറുപൂണിക്കലെ ഗോപിയെ പോലെയോ 4-5 പയ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാവനും ഇന്നിവിടെ പോക്ക, നീ ഉൾപ്പെടെ. ആ പറഞ്ഞു വിടറേ. പെറ്റവള് നീ തന്നെ. അപ്പൊ നീ തന്നെ പറഞ്ഞു വിടും. ഒരു പണിയും ചെയ്യാതെ എങ്ങനെയാണമ്മേ കഴിഞ്ഞ സീസണിൽ ഞാൻ 12,000 രൂപ ഉണ്ടാക്കിയത്? എന്നിട്ടതെവിടെ? ആ കാശ് കൊണ്ടല്ലോ ഈ വീട് ഓടി മേഞ്ഞത്, കാണുന്നില്ലേ? കാശാവുമ്പം വരും പോവും. 12,000 എന്നുള്ളത് ഇനിയൊരു സീസണിൽ ചിലപ്പോ 1,00,000 ആയിരിക്കും. പൊടി വ്യാപാരത്തിൽ 1 ലക്ഷം ലാഭം പോടാ. അമ്മ സീസൺ ഒത്തു കിട്ടുകയും ലക്ക് അടിക്കുകയും കൂടെ ചെയ്താൽ ഈ വീട് ഓടല്ല പൊന്നുകൊണ്ട് മേയാനുള്ള കാശായിരിക്കും ചിലപ്പോ വന്നുപെടുന്നത്. അറിയാവോ? പല വലിച്ചേർന്ന രാജേന്ദ്രന്റെ നില എന്താ? വലിയ കാസി എങ്ങനെയാ കാസിയും കോൺട്രാക്ടർ ആയത്? അങ്ങനെ ഇപ്പൊ നീ വലിയവനാകണ്ട, അങ്ങനത്തെ കാശ് ഇവിടെ ആർക്കും വേണ്ട. നന്നായി പോയി, നന്നായി പോയി, നന്നായി പോയടി ചെല്ലമ്മേ. പൊടി വ്യാപാരം കൊണ്ട് 1 ലക്ഷം പ്രഭു. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പുറു പറയുന്നത് അല്ല ഇതെന്തോന്ന്? പറയവാ, ഈ കേറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് 1-2 പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ നിങ്ങൾക്കിങ്ങ് പോരാ. കണ്ണും കാണാതെ ഞാനിവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് ഒരു തൊയ്യങ്ങ് വെച്ചിരുന്നു. ശരി, ഇങ്ങോട്ട് ഇങ്ങോട്ട് വീട് പോയി കയറട്ടെ. Get a servant to wash your linen, not me. Who the hell are you? What do you think you are? Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? പൗഡർ പൗഡർ. യെസ് You got powder. യാ What powder? ബ്രൗൺ ഷുഗർ ഒറിജിനൽ സ്റ്റഫ് 250 rupees for cover 1 gram good stuff. This fellow agent? Hey, agent, യാ send him. Ask this guy to go. ബാക്കിയുള്ളവന് വല്ലതും തരേണ്ടി വന്നാലോ ഒന്ന് മേടിച്ചാ ഗോ. Send him away. ദേ ഇത് പിടി. ദന്തര് കാണിച്ചു തന്നതിന്റെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ 10 ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മളൊന്ന് പിരിഞ്ഞാ മതി. അണ്ണന്റെ കൂന്ന് ചെല്ല് ചെല്ല്. ഇത് കൊടു 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 കൊടു. തൽക്കാലം ഇത് പിടി, നമ്മളൊന്ന് കൊത്തി നോക്കട്ടെ. ആദ്യം വല്ല നടക്കുന്ന അറിയട്ടെ. ആക്ച്വലി ദിസ് കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാല് എല്ലാവരും ഞാൻ പോലീസിൽ പിടിപ്പിക്കും പറഞ്ഞേക്കാം. ദേ ബിസിനസ് ഐ കമ്മീഷൻ നോ യു പോലീസ് ബിഗ് കസ്റ്റഡി ബിഗ്. Get lost, idiot. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. Can you supply in bulk? Bulk? യെസ്. I say in bulk. How much? അങ്ങേർക്ക് ഈ ചില്ലറ പോരാന്നാ പറയുന്നത്. എത്ര വരെ കൊടുക്കാന്ന് പറയാം. എത്ര പിന്നെ കൊടുക്കാന്ന് പറയണ? അങ്ങനെ കയറി പറഞ്ഞാല് ഏതായാലും പറ. How much? എനി മച്ച് ഇൻ ബൾക്ക്. In kilos. യാ You mean in kilos? യാ. Price 1 kilo, roughly 1.5 lakh Indian rupees. 5 kilo, 7.5 lakh. Can you supply in kilos? എന്തിനു പറയണത്? ഇവൻ എന്തിനു പറയണത്? കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ വരുമെന്ന്. കൊടുക്കാന്ന് പറയണ. എവിടെ ഇട്ട്? പറയണ, നോക്കാം നമുക്ക്. വി ഗീവ് യു ഇൻ കിലോസ്. How much? How much kilos can you supply? ഹൗ മച്ച് കിലോസ് യു വാണ്ട്? Get out. Both you guys. Get out from this place now.
ബിസിനസ് ബൾക്ക്. Come to that beach. 5 o'clock. Evening. We talk. Okay? ഓക്കെ ഓക്കെ ഓക്കെ. And don't bring the other guy, Specky. അല്ലടേ, സാഹിബിന്റെ കാശ് കാണും. കാണും. ഇല്ലല്ലോ അവൻ ഇങ്ങനെ പറയൂ. ചുമ്മാ നമ്മളെ കളിപ്പിക്കാനാണല്ലോ. എങ്ങനെ? വെറുതെ 5 മണിക്ക് ബീച്ചിൽ വാ, കാലത്ത് 8 മണിക്ക് മറ്റേടത്ത് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചുറ്റിക്കാമല്ലോ. അങ്ങനെ അങ്ങ് ചെയ്യൂ. യവന്മാരുടെ കാര്യമല്ലേ, ഒന്നും പറയാനൊക്കില്ല. പിന്നെ 5 കിലോക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞേച്ച് 5 കിലോ കൊണ്ടുവരാമെന്നോ മറ്റോ ചോദിച്ചാ നമ്മൾ എവിടെ നിന്നിട്ടുണ്ടാക്കും? നേരെ തന്നല്ലോ അണ്ണ. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം.